ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16-17 നമുക്ക് അമാവാസിയാണ്. ഓക്കെ, മേടരാശിയിലത്തെ അമാവാസിയാണ്. അതായത് ന്യൂ മൂൺ ഇൻ ഏരീസ്. ഓക്കെ, സോഡിയാക് കാലണ്ടറിലെ ഫസ്റ്റ് സൈൻ ആണ് ഏരീസ്. അപ്പം ശരിക്കും സോഡിയാക് ബേസിൽ നോക്കുകയാണെങ്കിൽ ന്യൂ ഇയർ തന്നെയാണ് മേടം 1. ഓക്കെ, അപ്പോൾ ഈ മേടരാശിയിലെ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ, സ്പെഷ്യലായിട്ട് നിങ്ങളോട് എന്താണ് ഈ ഒരു അമാവാസിയുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പൊ തംബ്നെയിലില് 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡക്കുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മീഡിയം ആക്കിയിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് അതിൽ നിന്ന് ചൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേൾക്കുക. നിങ്ങളുടെ കറണ്ട് എനർജിയും കറണ്ട് സിറ്റുവേഷനുമായിട്ട് ചേർന്ന് പോകുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ മേടരാശിയിലെ അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1ലെ കളക്റ്റീവ്സിനോട് എന്താണ് പറയാനുള്ളത്? Clarify the 8 of Wands. Clarify the 8 of Wands. Two of Cups. Clarify the 2 of Cups. The 4 of Swords. Okay. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കാണ് പ്രത്യേകമായിട്ട് ഈ സന്ദേശം നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ കൂടുതൽ ഒരു സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞൊരു സമയം ഓക്കെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ വരുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സമയം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ വളരെയധികം സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് കടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരു ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ ഒരു ഡേറ്റിംഗ് ഫേസിലാണെങ്കിൽ അതിൽ നിന്നൊരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു യാത്ര, നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നുണ്ടാകാം, അതിനൊരു അവസരം കിട്ടുന്നുണ്ടെന്ന് കാണുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറയുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു യാത്രയ്ക്ക് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായാലും യൂസ് ചെയ്യുക. കാരണം നിങ്ങളത് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കൂടുതൽ ആ ഒരു സ്നേഹവും ഐക്യവും ഒക്കെ അത് കൊണ്ടുവരുന്നതാണെന്ന് കാണുന്നുണ്ട്. കൂടുതൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വൈസ് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ ഒരു സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്ക് നിങ്ങൾ ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റിലേഷനുടെ ആ ഒരു ഇന്റിമസി ഒക്കെ കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് അപ്പൊ അങ്ങനത്തെ അവസരങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ വളരെ നല്ല ഒരു സമയം അല്ലെങ്കിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറേയും കൂടെ സമാധാനം സ്വസ്ഥതയും നിറഞ്ഞ ഒരു രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പില് മാറ്റം വരുന്നതാണ്. ഓക്കെ, ക്ലാരിഫൈ ദ സൺ. സിംഗിൾസിനോട് പറയുകയാണെങ്കിൽ ഈ സെയിം മെസ്സേജ് സിംഗിൾസിന് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ സാധ്യത ഓക്കെ കാണുന്നുണ്ട്. യാത്രയ്ക്ക് ഒരു കണക്ഷൻ കാണും. ചിലപ്പോൾ യാത്രയിലൂടെ ആയിരിക്കും ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നതൊക്കെ. ഒരു ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കാം ഈ വ്യക്തിനെ നിങ്ങൾ ആദ്യം അറിയുന്നത്. അങ്ങനെ ഓക്കെ, എന്തായാലും ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളോട് സ്വസ്ഥമായിരിക്കാൻ പറയുന്നു. ഇത് ഒരു നല്ല കണക്ഷൻ ആണ്. ഓക്കെ, ഒരു ഹെൽത്തി കണക്ഷൻ ആണ്. അപ്പൊ ടെൻഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിന്റെ രീതിക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരാനായിട്ട് അനുവദിക്കാം. ഓക്കെ, ഒരു തരത്തിലുള്ള ധൃതി വേണ്ട. അത് കറക്റ്റ് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് സംഭവിക്കാനായിട്ട് അനുവദിക്കാം. Clarify the Queen of Wheels. Okay.
കുറേയും കൂടെ നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു മൾട്ടിപ്പിൾ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു ജനറലി ആ ഒരു എനർജി പറഞ്ഞേക്കാം. നിങ്ങളുടെ ഏത് മേഖലയിലാണ് അത് എഫക്റ്റീവ് ആകണമെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നെങ്കിൽ അത് സ്വീകരിക്കുക. ഓക്കെ, കളക്റ്റീവ് റീഡിംഗ് ആണല്ലോ. കുറേയും കൂടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ, ഒന്നില്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കുറേയും കൂടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറേയും കൂടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, ആ നേടിയെടുക്കുന്നതാണ് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്, ഒരു സ്ഥിരത കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കുറേയും കൂടി ഒരു സമാധാനം, ഒരു റിലാക്സ്ഡ് എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാകുന്നു നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം അനുഭവിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥിരതയും നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ അത് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയും ഒരു കമ്മ്യൂണിക്കേഷന്റെ സാന്നിധ്യം പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കും ഈ നല്ല വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ കഷ്ടപ്പെട്ടതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയിലൂടെ ആണ്, മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങളിലേക്ക് അത് എത്തുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു രൂപത്തിലാണ് നിങ്ങളിലേക്ക് അത് വരുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സ്ഥിരത ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആയിരിക്കാം, വളരെയധികം കെയർഫുൾ ആയിരിക്കാം. ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിന് പ്രയോറിറ്റി കൊടുക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇതിന് ഈ ഒരു കാര്യത്തില് ഈ ഒരു സ്ഥിരതയും ഈ ഒരു മാറ്റമൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് നേടിയെടുക്കാനോ ഒക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ആ ഒരു സമയത്തേക്ക് നിങ്ങളിലേക്ക് വല്ലാതെ അടുപ്പം കാണിക്കുന്നത്, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സന്തോഷം ഉണ്ടാവും, നമ്മൾ സന്തോഷിക്കണം, അത് ആനന്ദിക്കണം. പക്ഷെ അതേസമയം വളരെ ശ്രദ്ധയും വേണം. ഓക്കെ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളില് ആളുകൾ പെരുമാറുന്ന രീതിയിൽ ആരൊക്കെ നമ്മളോട് അടുക്കുന്നു, ആരൊക്കെ നമ്മളോട് അകലുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, clarify the Knight of Wheels. Four of Cups. Clarify the Four of Cups. നിങ്ങൾ ഇപ്പോൾ എന്താ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം, അതേത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, ലക്ഷ്യമുണ്ട്. അതിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ നാളായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമുക്ക് നൈറ്റ് ഓഫ് വീൽസ് അല്ലെങ്കിൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് വളരെ സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പൊ എത്ര നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ അത് കൈവിടാതെ, നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് കൈവിടാതെ അതിനായി പരിശ്രമിച്ചിട്ടും ഇതുവരെയും അതിൽ ഫലം ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അതിൽ പോസിറ്റീവ് ആയിട്ടൊരു ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു നിരാശ ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. വളരെയധികം നിരാശപ്പെട്ടിരിക്കുകയാണ്, അതൊന്നും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നത് ഇത് നടക്കില്ല എന്നല്ല അർത്ഥം, അത് നടക്കുന്നതിനുള്ള ശരിയായ സമയമായിട്ടില്ല എന്ന് മാത്രമാണ്. ഓക്കെ, ഇനിയും എന്തിനാ ഞാൻ കാത്തിരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നടക്കുന്നതിന് ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ, ഓക്കെ, നമുക്ക് എപ്പോൾ നടക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഗുണം തരിക എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ഈശ്വരനാണ് അറിയാം, യൂണിവേഴ്സിനാണ് അറിയാം. നമുക്ക് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച്, നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു ഐഡിയ ഉള്ളത് അത് വളരെ ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭാവി എങ്ങനെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത് യൂണിവേഴ്സിന് മാത്രമാണ്. അപ്പൊ യൂണിവേഴ്സിന് അറിയാം ഏതൊരു കാര്യം എപ്പോൾ സംഭവിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഗുണം ചെയ്യാം. ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ സമയത്ത് നടക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് അതിൽ നിന്ന് ഫലം ലഭിക്കുള്ളൂ, നിങ്ങൾക്ക് ഗുണകരമാകുള്ളൂ. അപ്പൊ അതിലേക്ക് ആണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ക്ഷമ കാണിച്ചേ പറ്റൂ. നിങ്ങളുടെ സ്വപ്നം അത്രയും വലുതാണെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോട് കൂടെ നിങ്ങളുടെ ലൈഫിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യമായ ഡിഫറൻസ് അത് കൊണ്ടുവരുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അത്ര ദൂരമൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നടക്കുമ്പോൾ അത് എന്തായാലും നിങ്ങൾ ആഘോഷിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത് നിങ്ങൾ ആഘോഷിക്കുക തന്നെ വേണം. അതിന് തയ്യാറായിക്കോളൂ എന്നുള്ള ഒരു മെസ്സേജും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അധികം ദൂരമൊന്നും അല്ല, പക്ഷെ നിങ്ങൾ ആ ഒരു നിയന്ത്രിക്കാനുള്ള ടെൻഡൻസി വിടുക.
ഇത്ര സമയത്തിനുള്ളിൽ നടക്കണം, എന്താ നടക്കാത്തത്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതല്ലേ എന്നിട്ട് സംഭവിക്കുന്നില്ലല്ലോ, ഇത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ഓക്കെ, ഇത് നടക്കുന്നതിന് ശരിയായ സമയമാകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉറക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള അമാവാസ്യയുമായി ബന്ധപ്പെട്ട്, മേടരാശിയിലെ അമാവാസ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ മേടരാശിയിലെ അമാവാസ്യയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനോട് യൂണിവേഴ്സിന് നൽകാനുള്ള പ്രത്യേക സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, clarify the 3 of points. Clarify the 9 of cups. അപ്പൊ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സന്ദേശമാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി, ഓക്കെ, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞു വെക്കണമെന്ന് വെച്ചാല്, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് അധികം ദൂരമല്ല. ഓക്കെ, നിങ്ങൾക്ക് വൈകാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി ലഭിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഈ ഫസ്റ്റ് കാർഡ് വെച്ചപ്പോൾ എനിക്ക് ഡ്രീം ജോബ് എന്നുള്ള മെസ്സേജാണ് കിട്ടിയത്. ഞാൻ നോക്കിയപ്പോൾ സമയം 11:11 അത് ഒരു ബിഗ് കൺഫർമേഷൻ തന്നെയാണ്. നിങ്ങളോട് എന്താ പറയുന്നത്, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ അത് എപ്പോൾ കൊണ്ടുവരുന്നു, എങ്ങനെ കൊണ്ടുവരുന്നു, അത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജോലിയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നതിനും ഒരുപാട് ഉന്നതിയിൽ എത്തുന്നതിനും ഒരുപാട് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും നിങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അതിൽ ശോഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയുമുണ്ട്, കഴിവുമുണ്ട്. ഇത് മനസ്സിലാക്കാം. അപ്പൊ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു ജോലി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കുക, അതുമായി മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണിത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ. അതിൽ എന്തുകൊണ്ടാണ് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കാന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അത് നടക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് അത് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവാൻ പറയുന്നത്. ഓക്കെ, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗം. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച ജോലിയായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണോ എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരാം. അതുകൊണ്ടാണ് അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട, നിങ്ങൾ അതിന് തയ്യാറാണ്. ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അത് അധികം ദൂരെയൊന്നുമല്ല, അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ, 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ ആവശ്യപ്പെടുന്നത്. Clarify the 2 of cups. Clarify the 10 of swords. ഓക്കെ, അപ്പൊ വേറെ ഒരു കാര്യം കാണുന്നത് ഇവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇതിൽ ഒരു വ്യക്തി ആകാം, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എപ്പോഴും വ്യക്തി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സ്റ്റേണൽ എനർജി അതിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നു, അതുമൂലം പ്രശ്നങ്ങൾ എന്നാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഇനിയും ഇതിലെ നിങ്ങൾ പിടിച്ചു നിൽക്കരുത്, ഇനിയും ഇതിലെ ഒരു പ്രതീക്ഷ വെച്ച് നിൽക്കരുത്. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്. ഈ ഒരു കണക്ഷൻ അല്ല, ഇതല്ല നിങ്ങളുടെ പാർട്ട്ണർ. കാരണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ജഡ്ജ്മെന്റ് കാർഡാണ്. ഈ ഡെക്കിലെ ജഡ്ജ്മെന്റ് കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഹയറഫന്റ് ആണ്. അത് ഹയറഫന്റ് എന്ന് പറയുമ്പോൾ മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്ന ഒരു ഫിഗറും കൂടിയാണ് ഹയറഫന്റ്. ഇത് എംപറർ ആണ്, ഇത് എംപറസ് ആണ്, ഡിവൈൻ കൗണ്ടർ പാർട്സ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഏത് ലെവല് ഓഫ്, അതായത് ഒരു മിയർ സോൾമേറ്റ് അല്ല നിങ്ങളുടെ പാർട്ട്ണർ. ഈ ഒരു ജന്മത്തിലേക്ക് യൂണിവേഴ്സായി കരുതിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഹയർ എന്താ പറയുക, ഹയർ ലെവൽ സോൾമേറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തുല്യമായ ഒരു പങ്കാളി. ഓക്കെ, നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പങ്കാളി, അവരാണ് നിങ്ങൾക്ക് ഈ ലൈഫിലേക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്. ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം നിങ്ങൾ
എന്താ പറയാ എത്തിച്ചേരേണ്ടത്. അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പൊ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇനിയും ഇതിൽ ഒരു പ്രതീക്ഷ വെച്ചിരിക്കാതിരിക്കുക, ഇതിനെ വിട്ട് കളയുക. ഇതിനെ വിട്ട് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് എന്നും കൂടെ എപ്പോഴും ഓർക്കുക. വിട്ടുകളയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നല്ലത് എന്ന് കാത്തു വെച്ചിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ വളരെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു ബന്ധത്തിൽ ഒത്തുപോകാൻ അല്ലെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാവുമ്പോൾ അതിൽ തന്നെ പിന്നെയും നിങ്ങൾ നിന്ന് പോകുക എന്ന് പറയുന്നത് അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. ഓക്കെ, clarify the devil. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഓൾറെഡി ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു പണം സമ്പാദിക്കാനുള്ള അവസരമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജോലി പ്രത്യേകിച്ച് ഒരു ബിസിനസ് അല്ലെങ്കിൽ സൈഡ് ഹസിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വരുമാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളോട് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഓക്കെ, കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നിലനിൽക്കുവോ, ഇത് കാലാകാലത്തേക്കുള്ളതാണോ, ഇതെങ്ങനെ പെട്ടെന്ന് നിന്ന് പോവോ, ഇത് കുറച്ചു നാളത്തേക്ക് മാത്രം സംഭവിക്കുന്നതാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനും അത് ശക്തിപ്പെടാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനെ മാറ്റിവെക്കാം, അത് മാറ്റിവെക്കാം. കാരണം അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിന് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക. സമാധാനത്തോടെ റിലാക്സ്ഡ് ആയിട്ട് ആ വരുന്ന പൈസേനെ സ്വീകരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ വല്ല അഫോർമേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. കൂടുതൽ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്താ പറയാ റിച്വൽസ്, അഫോർമേഷൻസ്, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടാണ് സംഭവിക്കണേന്ന് മനസ്സിലാക്കുക. അല്ലാതെ അത് വരുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോവോ, ഈ പൈസ കുറെ പൈസ വന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ പോവാനാണോ, അങ്ങനത്തെ ചിന്തകളൊന്നും അപ്പോ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ചിന്തകൾ വന്നാൽ തന്നെ അങ്ങനെയല്ല, ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പൈസയാണ്, എനിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള എന്താ പറയാ പൈസയാണ് എന്നിലേക്ക് വന്നു ചേരുന്നത്, ഇത് എൻ്റെ മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. എന്ന് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. അതിനെ കണ്ടുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കാൻ പറയുന്നു. അപ്പോഴാണ് ഇത് കാലാകാലത്തിലേക്ക് ഈ പൈസയുടെ വരവ് കാലാകാലത്തിലേക്ക് ഉണ്ടാവുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾ എനർജറ്റിക്കലി മിസ്അലൈൻഡ് ആവും. അപ്പോൾ ഈ പണം വരുന്നത് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറേം കൂടെ സ്റ്റേബിളും സെക്യൂറും ആയിട്ടുള്ള ഇപ്പോഴുള്ളതിനേക്കാളും കുറെ കൂടെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കും അതുവഴി. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ അനുവദിക്കുക. അനാവശ്യമായ ചിന്തകളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. ഓക്കെ, ഈ പൈസ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷന്റെ, നിങ്ങൾ ചെയ്യുന്ന എന്താ പറയണ്ടേ, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുക, അതിൽ സന്തോഷിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മേടരാശിയിലെ അമാവാസ്യയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ. 6 of Wands. Clarify the 6 of Wands. Page of Pentacles. Clarify the Page of Pentacles. Page of Cups. നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷന്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ സ്വയം, ഓക്കെ, വേറൊരാൾക്ക് ഇതിൽ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് കാണുന്നത്. ഒരു നല്ല വാർത്തയാണ് നിങ്ങൾ തേടിയെത്തുന്നത്, ഒരു സക്സസ്. ഓക്കെ, നിങ്ങളുടെ ഒരു റിവാർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അത്രയും അധികം നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വിജയം, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത്
അത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സമയമായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക, അതിൽ അഭിമാനിക്കുക. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. ഓക്കെ, അതിനെ നിസ്സാരവത്കരിക്കാതിരിക്കുക. അത് ആർക്കായാലും പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. നിങ്ങളൊരു ഭാഗ്യമുള്ള വ്യക്തിയാണ്, പക്ഷെ ഇത് ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം കൂടിയാണ്. ഒരു ഫെയിം എനർജി ഒക്കെ കിട്ടുന്നത്, അതായത് ഈ ഒരു നേട്ടം നിങ്ങളെ ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു നേട്ടം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കാര്യം നടത്തിയെടുക്കുന്നതിന്. ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഡിവൈൻ ടീം മാത്രമാണ്. ഓക്കെ, നിങ്ങളിത് എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, അതുപോലെ തന്നെ സ്പിരിറ്റ് ഗൈഡ്സ് ഒക്കെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെയാണ് നിങ്ങൾ ഈ ഒരു വിജയം നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം അല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശസ്തി അല്ലെങ്കിൽ ഇതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സെന്റർ ഓഫ് അറ്റൻഷൻ ആകുന്നത്, നിങ്ങൾ അത് കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സമയത്തിനെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിലൊരു ചമ്മലോ മടിയോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കുക, ആഘോഷിക്കുക. ഓക്കെ, അത് പറഞ്ഞ പോലെ നിസ്സാരവത്കരിക്കാനും പാടില്ല. എല്ലാവർക്കും കഴിയുന്നതാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഇതുപോലെ കഴിയണം എന്നില്ല. എല്ലാവരും ഇത്ര ഡിറ്റർമൈൻഡ് ആയിട്ട് ആ ഒരു ലക്ഷ്യത്തെ കൈവിടാതെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചാരിയറ്റ് കാർഡാണ് കാണുന്നത്. ഒരു ഡിവൈൻ യൂണിയൻ എനർജി ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്, റിലേഷൻഷിപ്പ് എനർജിയാണ്. ടേക്ക് ദ ലീപ്പ് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതിന് റെഡി ആണെന്ന് മനസ്സിലാക്കുക. ഐ ക്യാൻ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് മൈ വേ. ഈ വരുന്ന കാര്യം, ഈ വരുന്ന കണക്ഷൻ, അത് ഡീൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആണ് ഈ വ്യക്തിയുമായിട്ട്. കിങ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വാട്ടർ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ. ഈ വരുന്ന ആൾക്കും ആ ഒരു പ്ലേസ്മെന്റ് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി അവൈലബിൾ ആണ് എന്ന് കാണുന്നു. ഓക്കെ, അത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണത്. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ മനസ്സമാധാനത്തോടെ, സ്വസ്ഥമായ മനസ്സോടെ, വളരെ ആത്മവിശ്വാസത്തോടെ ഈ റിലേഷൻഷിപ്പിന്, ഈ വ്യക്തിക്ക് നിങ്ങൾ അവസരം കൊടുത്തിരിക്കണം. ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഞാൻ ഇതിന് തയ്യാറാണോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഞാൻ തയ്യാറാണോ, എനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം, അത് തന്നെ ഒരു കൺഫർമേഷൻ ആണ്. ഇതാണ് ആ വ്യക്തി എന്നുള്ളത്, ഇതാണ് ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു അവസരം കൊടുക്കുക, ആ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുക. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കാതിരിക്കുക, അതിനെ വേണ്ടെന്ന് വെക്കുക, അതായത് റൈറ്റ് അവേ റിജക്ട് ചെയ്യാതെ അതിനൊരു ചാൻസ് കൊടുത്തിരിക്കണം എന്നാണ് നിങ്ങളോട് പറയണത്. ഇത് ഡിവൈൻ ടൈമിങ്ങിലാണ് ഇത് സംഭവിക്കണേന്ന് മനസ്സിലാക്കുക. ഇത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഷിഫ്റ്റിൽ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജിയാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ എന്തായാലും പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ലൈഫിൽ ജനറലി ഉള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ജനറലി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണാണ്. നിങ്ങളുടെ ഏതൊരു മേഖല എടുത്താലും നിങ്ങളുടെ കംഫർട്ട് സോണാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ പറയുന്ന എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് തയ്യാറാവുക. ഇതിപ്പോ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിക്കഴിഞ്ഞു, നിങ്ങളിപ്പോ അവിടെ ആയിരിക്കുന്നു, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിക്കഴിഞ്ഞു. വൈകാതെ തന്നെ ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനുള്ള അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു അവസരം വരുമ്പോൾ ധൈര്യസമേതം യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് വേണം, ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം.
നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്ന കാര്യം വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അയ്യോ ഞാനിപ്പോൾ ആയിരിക്കുന്നത് നല്ല എന്താ പറയുക സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, ഇനി ഇതിനപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്നതിന് വേണ്ടുന്ന അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് എത്തിച്ചേരുമ്പോൾ ധൈര്യസമേതം ആ ഒരു ലീപ്പ് എടുക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ഗൈഡഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ആ ന്യൂ ജേർണിയിൽ. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ പുതിയ യാത്രയാണത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചിതമല്ലാത്ത ഒരു വഴിയായിരിക്കും, പരിചിതമല്ലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കുറേയും കൂടെ റിലാക്സ്ഡ് ആകും നിങ്ങളുടെ ലൈഫിൽ, കുറേയും കൂടെ നിങ്ങൾ ഒരു റിലാക്സ്ഡ് എനർജിയിൽ സ്വസ്ഥതയോടെ മനസ്സമാധാനത്തോടെ ആയിരിക്കുകയാണ് ചെയ്യുക ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിയുമ്പോൾ. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആകുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് സക്സസ്ഫുൾ ആകുന്നു, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് തന്നെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ എന്താ പറയുക വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റം അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കുക. അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അപ്പൊ അതിനെ സ്വീകരിക്കുക. യൂണിവേഴ്സ് അത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു അവസരം കൊണ്ടുവരുമ്പോൾ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളോട് വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായി മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക. ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൽ ഫോക്കസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ നല്ലൊരു സമയമാണ് മാനിഫെസ്റ്റേഷന്, വളരെ പറ്റിയ ഒരു സമയം, അല്ലെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഈ ന്യൂ മൂൺ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വേണ്ട വിധം നിങ്ങൾക്ക് ഗുണം തരുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.